ഓക്കെ സാർ, ഒരു സ്റ്റെം ജീനിയസിലെ സ്റ്റുഡൻറ്റിൻ്റെ പാരൻ്റ് ആണല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റെം ജീനിയസ് പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത് നേരത്തെ തുടങ്ങുക എന്നുള്ള ഒരു ആശയമാണല്ലോ. അപ്പോൾ എന്തിനാണ് ഒരു നേരത്തെ കുട്ടികൾ തുടങ്ങുന്നത് എന്നുള്ള ആ ഒരു സ്റ്റെം ജീനിയസിൻ്റെ ഒരു ആശയം അത് താങ്കൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടോ? അതിൻ്റെ ആവശ്യം യഥാർത്ഥത്തിലുണ്ടോ? ഉണ്ട്. കാര്യം ഞാനിത് നിങ്ങളുടെ പത്രത്തിലൊരു ആഡ് കണ്ടിട്ടാണ് ഇതിലേക്ക് എൻ്റെ മകനെ അന്ന് കണ്ടക്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ കണ്ടക്ട് ചെയ്യിപ്പിച്ചപ്പോൾ അന്ന് സാറ് പറഞ്ഞൊരു വേർഡുണ്ട്. അതായത് നമ്മൾ മലയാളികൾ +2 കഴിഞ്ഞിട്ടാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ സാറന്ന് പറഞ്ഞു മൂന്നാം ക്ലാസ് ആന്ധ്രയോ ഒറീസയിലോ ഉള്ള ഒരു ആന്ധ്രാക്കാരൻ പയ്യൻ്റെ കാര്യം പറഞ്ഞു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് ഇത് പഠിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചുള്ള കോച്ചിങ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച കാര്യം എൻ്റെ മകന് ചില കഴിവുകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ കുറേ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ പോലും ഇത് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നതാണ് ഇതിന് വേണ്ടി. ഈ ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ട്രിവാൻഡ്രത്ത് നിന്ന് വളരെ ബുദ്ധിമുട്ടി വന്നതാണ്. വളരെ അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുമുണ്ട്. പിന്നെ അവനിത് വളരെ സപ്പോർട്ടീവാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സ്കൂൾ സബ്ജക്റ്റുകളിൽ ഞാനിങ്ങനെ കമ്പൽ ചെയ്യാറില്ല. അവൻ്റെ ചോദിക്കും നീ പഠിക്കാനുള്ളതൊക്കെ പഠിച്ചതെന്ന് പറയും. ഓൾമോസ്റ്റ് അവൻ കളിയാണ്. അപ്പോൾ മാർക്കുകളും നല്ല കുറേ നല്ല മാർക്കുമുണ്ട്. ഇതുണ്ട്. ഇത് അവൻ തന്നെ പറഞ്ഞു ഇതെനിക്ക് കുറേ സപ്പോർട്ടീവാണ്. ഇത് പഠിച്ചതുകൊണ്ട് ഇപ്പോൾ ഫിസിക്സ് കുറേ കാര്യങ്ങൾ കിട്ടാറുണ്ട്, മാത്സിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ കുറേ മാത്സൊക്കെ അവൻ കുറേ മുന്നേ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്ത് കാണിക്കുമെന്ന് പറഞ്ഞു. വളരെ അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു പിന്നെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് താങ്കൾ സ്റ്റെം ജീനിയസിലേക്ക് വന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റെം ജീനിയസിൽ വന്നിട്ട് കുറച്ച് കാലം താങ്കളുടെ കുട്ടി പഠിച്ചു. ആ ഒരു പർപ്പസ് ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം സ്റ്റെം ജീനിയസ് അതിൽ പിന്നെ വിജയിക്കുന്നുണ്ട്? ഞാനത് ഫുൾഫിൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി കാര്യം അവന് +2 കഴിഞ്ഞ് +2നോടൊപ്പം എൻട്രൻസ് എക്സാം കണ്ടക്ട് ചെയ്യാൻ. ഇപ്പോൾ ഇന്നാണ് ഞാൻ ഈ സ്കോളർഷിപ്പ് എക്സാമുകളെ കുറിച്ചൊക്കെ എനിക്കൊരു അവയർനെസ് ഉണ്ട്. ഇതിങ്ങനെ ഉണ്ട് എന്ന് കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെന്നല്ല, ഇവർക്ക് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ സാറിനോട് ഒരു സജഷനായിട്ട് പറയുകയും ചെയ്തു. അത് നിങ്ങൾ ഒരു മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ ഇത് എപ്പോഴാണ് നടക്കുന്ന ആ സമയത്ത് ഞങ്ങളെ കൂടെ ഒന്ന് അവയർനെസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഉഴപ്പിക്കഴിഞ്ഞാൽ ഇവരെ എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികളാണ് ഇപ്പം 13 വയസ്സ് 14 വയസ്സെന്ന് കഴിഞ്ഞാൽ അവർ ഫുൾ കളിക്കാൻ അവർ നമ്മൾ കണ്ണടച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ മൊത്തത്തിൽ കളിയിൽ വ്യാപൃതരായിരിക്കുന്നതാണ്. അപ്പോൾ അത് ഒഴിവാക്കി കുറച്ച് ഇതിലേക്ക് ശ്രദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അതിൽ നമ്മൾ പിന്നെ ക്ലാസ്സുകൾ കിട്ടാനാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്റ്റെം ജീനിയസിൽ എടുക്കുന്നത് മിക്കവാറും IITയിലും NITയിലൊക്കെ പഠിച്ച ആ രൂപത്തിൽ നല്ല ക്വാളിഫൈഡ് ആയ ആളുകൾ തന്നെയാണ്. പക്ഷേ അത്തരം ക്ലാസ്സുകൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയാലും കിട്ടും. അതിനപ്പുറത്തേക്ക് നമ്മുടെ കുട്ടിയെ പേഴ്സണലായി 1-to-1 ആയി നോക്കി ആ രൂപത്തിലേക്ക് പോകുന്നതിൽ, നമ്മുടെ ഒരു പേഴ്സണൽ അറ്റൻഷൻ കൊടുത്തു പോകുന്നതിൽ സ്റ്റെം ജീനിയസ് വിജയമാണ്. കാര്യം ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഒരു വാക്കിലാണ് എനിക്ക് വളരെ ക്യാച്ച് ചെയ്തത്. കാര്യം ആന്ധ്രയിലും മറ്റും പഠിക്കുന്നവർ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഇതിന് കോച്ചിങ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകനെ എന്തുകൊണ്ട് ഇത് ചെയ്യിപ്പിച്ചുകൂടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. വളരെ ഇതാണ് ഞാൻ അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെയും ബ്രദറിൻ്റെയും മക്കളുടെ അഡ്രസ്സും ഫോൺ നമ്പറും കൂടെ കൊടുത്തിട്ടുണ്ട്. അവരോടും പറയാറുണ്ട്. അതായത് താങ്കൾ മറ്റുള്ള പാരൻസിനും ഇത് റെക്കമെൻഡ് ചെയ്യും? തീർച്ചയായിട്ടും ഓഫ് കോഴ്സ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ നിങ്ങളെല്ലാം വളരെ യങ് ആയിട്ടുള്ള കുറേ എന്താ പറയുക കുറേ അധ്യാപകരാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ അതുമാത്രമല്ല, നിങ്ങൾ ഈ IIT മറ്റും പഠിച്ചതെന്ന് പറയുമ്പോൾ നമുക്കൊന്നും സ്വപ്നം കാണാനോ അല്ലെങ്കിൽ അതൊന്നും പഠിക്കാനോ കഴിയില്ല. പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ആ കാലഘട്ടം അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ മക്കളെങ്കിൽ അത് ആവണം, അവർക്ക് ചെറിയ കഴിവുകളുമുണ്ട്. അപ്പോൾ അതങ്ങനെ പഠിച്ചു വരട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇതിലേക്ക് ചേർന്നത്. ആഗ്രഹം നടക്കട്ടെ. താങ്ക് യു.